കള്ളിക്കാട് സെന്റ് അന്നാസ് LP സ്കൂളിൽ ശാസ്ത്രമേളയും ഹിരോഷിമ നാഗസാക്കി ദിനാചരണവും ശ്രദ്ധേയമായി. കള്ളിക്കാട് സെന്റ് അന്നാസ് LP സ്കൂളിൽ ശാസ്ത്രമേളയും ഹിരോഷിമ നാഗസാക്കി ദിനാചരണവും ഓഗസ്റ്റ് 6 വിവിധ പരിപാടികളോടെ നടന്നു. സ്കൂൾ ഹെഡ്മാസ്റ്റർ സെൽവരാജേസ് സ്വാഗതം ആശംസിച്ചു. സ്കൂൾ ലീഡർ മാസ്റ്റർ രാംദത്ത് RG അധ്യക്ഷത വഹിക്കുകയും സ്കൂൾ മാനേജർ ഫാദർ ബിനു വർഗീസ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. PTA പ്രസിഡന്റ് ശ്രീമതി ദിവ്യ മോഹൻ, MPTA വൈസ് പ്രസിഡന്റ് ശ്രീമതി നീതുമോൾ, ഡെപ്യൂട്ടി ലീഡർ മാസ്റ്റർ അഭിനവ് എന്നിവർ ആശംസകൾ നേർന്നു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം വിദ്യാർത്ഥികൾ ഒരുക്കിയ ശാസ്ത്ര പ്രദർശനങ്ങൾ, പ്രവർത്തന മാതൃകകൾ, ശാസ്ത്ര പരീക്ഷണങ്ങൾ, ചാർട്ടുകൾ, നവീന ആശയങ്ങളുടെ അവതരണങ്ങൾ, മത്സരങ്ങൾ എന്നിവ മേളയുടെ പ്രധാന ആകർഷണങ്ങളായി. കുട്ടികൾ സ്വന്തം കഴിവും സൃഷ്ടിപരമായ ചിന്തയും പ്രകടിപ്പിച്ച വിവിധ ശാസ്ത്ര മാതൃകകൾ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പൊതുജനങ്ങളുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. മേളയിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. വിദ്യാർത്ഥികളിൽ ശാസ്ത്രചിന്ത, അന്വേഷണ മനോഭാവം, സൃഷ്ടിപരമായ കഴിവുകൾ എന്നിവ വളർത്താൻ ഇത്തരത്തിലുള്ള ശാസ്ത്രമേളകൾ ഏറെ പ്രയോജനകരമാണെന്ന് അധ്യാപകർ അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ സമാധാനത്തിന്റെയും ശാസ്ത്രബോധത്തിന്റെയും പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഹിരോഷിമ നാഗസാക്കി ദിനാചരണവും സംഘടിപ്പിച്ചു. തീർച്ചയായിട്ടും ഇന്ന് ശാസ്ത്രമേള നമ്മുടെ സ്കൂളിൽ നമ്മൾ ഇന്നേ ദിവസം ആഘോഷിക്കുകയാണ്. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നമ്മളൊക്കെ നടത്തിയിട്ട് ഇന്ന് അവയൊക്കെ നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്കൊക്കെ പ്രചോദനമാകുന്ന തരത്തില് അതിവിടെ ഇന്നേ ദിവസം നമ്മൾ പ്രകാശിപ്പിക്കുകയാണ് ചെയ്യുക. ഇതിനെക്കുറിച്ച് പ്രിയപ്പെട്ടവരെ APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ സ്വപ്നം കാണുക, സ്വപ്നം കാണുക, സ്വപ്നം ഒരു ദിവസം യാഥാർത്ഥ്യമായിട്ട് മാറും. തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ മുകളിൽ ക്രമീകരിച്ചിരിക്കുന്ന ഓരോ കണ്ടുപിടുത്തങ്ങളും മറ്റുള്ളവർക്ക് പ്രചോദനമാകുവാനായിട്ട് നമ്മൾ നമ്മുടെ മനസ്സിൽ യഥാർത്ഥത്തിൽ അവയൊക്കെ സ്വപ്നം കണ്ടിരുന്നു. ആ ബൾബ് കണ്ടുപിടിച്ച എഡിസൺ പോലും ഈ ലോകം മുഴുവൻ പ്രകാശിച്ച് നിൽക്കണമെന്ന് അതിയായിട്ട് ആഗ്രഹിച്ചിരുന്നു. അത് സ്വപ്നം കണ്ടിരുന്നു. സ്വപ്നമാണ് യാഥാർത്ഥ്യമായിട്ട് മാറിയത്.